പൊന്മാൻ കണ്ടിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് ബേസിൽ ജോസഫ്, സജിൻ ഗോപു, ലിജിമോൾ ഇവരൊക്കെയാണ്. ആദ്യം തന്നെ ഈ സിനിമയുടെ ട്രെയിലർ, പോസ്റ്റേഴ്സൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു ഇമ്പാക്റ്റ് തോന്നി. അതേ ഒരു സ്വർണത്തെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു കഥയാണ്. അതിൻ്റെ പേരിൽ രണ്ടാൾക്കാർ തമ്മിലുള്ള ഒരു ക്ലാഷ് ആണെന്നൊക്കെ നമുക്ക് ട്രെയിലർ കണ്ട സമയത്ത് തന്നെ മനസ്സിലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അത് ബേസിലിനെ പോലെ ഒരു ചെറിയ ആളും സജിൻ ഗോപുവിനെ പോലെ വലിയൊരാളും തമ്മിലുള്ള ആ ഒരു ഫ്രെയിംസിലുള്ള ആ ഒരു ബ്യൂട്ടി തന്നെ കാണുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡിഫറൻസ് തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി ആ ട്രെയിലർ കണ്ടപ്പം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ നൈറ്റ് ബാംഗ്ലൂരിൽ ഗോപാലൻ മാൾ എന്ന് പറഞ്ഞൊരു മാളിൽ വെച്ചിട്ടാണ് സിനിമ കണ്ടത്. പക്ഷേ തിയേറ്ററിലെ ആൾ വളരെ കുറവായിരുന്നു. ഞാൻ അതിൻ്റെ വിഷ്വൽസ് ഇവിടെ വെക്കാം. എനിക്കറിയില്ല ബാക്കിയുള്ള തിയേറ്റേഴ്സിൽ എന്തായാലും ഉണ്ടാവും. കാരണം സിനിമയ്ക്ക് നല്ല പോസിറ്റീവ് റെസ്പോൺസാണ് കിട്ടിയിരിക്കുന്നത്. അത് വെറുതെ അല്ല. ഗോൾഡ് മാൻ ഓഫ് ഹോളിവുഡ് അത് ബേസിൽ ജോസഫാണ്. എങ്ങനെയാണ് ഞാനിപ്പോൾ കാണുന്ന സിനിമ മുഴുവൻ ഞാൻ അത്യാവശ്യം തിരഞ്ഞെടുത്തിട്ട് സെലക്റ്റീവായിട്ട് മാത്രമേ സിനിമ കാണാറുള്ളൂ. കാരണം ഒന്നാമത് ഇവിടെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ സിനിമ കാണാൻ പോകുമ്പോൾ നമുക്കറിയാം വേറെ സ്റ്റേറ്റിലൊക്കെ ഉള്ള ആൾക്കാരാകുമ്പോൾ കുറച്ച് പണിയുണ്ട്, എല്ലാം കൂടി ഭയങ്കര ടയർഡാവും. നാട്ടിലൊക്കെയാണെങ്കിൽ എല്ലാവരുടെയും ടിക്കറ്റ് കൊടുക്കും, 100-130 റുപ്യക്ക് ടിക്കറ്റ് എടുത്തിട്ട് പോകാം. പക്ഷേ ഇവിടെ നമുക്കറിയാം റേറ്റ്സ് എങ്ങനെയാണ്, 250, 300, 350 അങ്ങനെയാണ് റേറ്റ്സ് പോവുക. അപ്പോൾ അത്യാവശ്യം സെലക്റ്റീവായിട്ടാണ് കാണുന്നത്. ഈ സെലക്റ്റീവായിട്ട് കാണുന്ന സിനിമ മുഴുവൻ ബേസിലിൻ്റെ സൂക്ഷ്മദർശിനി. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വരെ ബേസിലിൻ്റെ സിനിമ, മറ്റേ പ്രാവിൻ കൂട് ഷാപ്പ്, എല്ലാം ബേസിലിൻ്റെ സിനിമ തന്നെ. അമ്മാതിരി മലയാള സിനിമക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു താര പദവിയിലോട്ടേക്ക് ബേസിൽ എന്ന അഭിനേതാവ് എത്തിയിരിക്കുകയാണ്. ഇയാൾ അഭിനയത്തിൻ്റെ മികവ് കൊണ്ടും നല്ല സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കുന്നതിൻ്റെ കൺസിസ്റ്റൻസി കൊണ്ടുമാണ് ഇങ്ങനെ നല്ല സിനിമകൾ ആൾക്കാർക്ക് കൊടുക്കുന്നതും ആൾക്കാരുടെ മനസ്സിലോട്ടേക്ക് കയറാൻ കഴിയുന്നതും. ബേസിലിൻ്റെ സിനിമ ഉണ്ടെങ്കിൽ കച്ചറ സിനിമയായിരിക്കില്ല, അതിന് അത്യാവശ്യം എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ളൊരു തരത്തിലോട്ടേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അതുപോലെ മികച്ച പ്രകടനം എന്ന് പറഞ്ഞാൽ എല്ലാവരും ലിജിമോൾ ആയിക്കോട്ടെ, ബേസിലായിക്കോട്ടെ, അതുപോലെ തന്നെ സജിൻ ഗോപു ആയിക്കോട്ടെ, ലിജിമോളിൻ്റെ ബ്രദറായിട്ട് ചെയ്തിരിക്കുന്ന ആൾ, ഒരു അമ്മ, അതുപോലെ സജിൻ ഗോപുവിൻ്റെ ഫാമിലി വന്നിരിക്കുന്ന ആൾക്കാർ, എല്ലാവരും ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ്. ഒരു സെക്കൻഡ് കൂടി ഒരാളുടെ പെർഫോമൻസ് മോശമാണെന്ന് തോന്നിയിട്ടില്ല. എസ്പെഷ്യലി ബേസിൽ. സിനിമ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, സെക്കൻഡ് ഹാഫിൽ ഒരു സീനുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സീനാണ്. സജിൻ ഗോപു ലിജിമോളുടെ ബ്രദറിൻ്റെ ആ ഒരു സമയത്തുള്ള ബേസിലിൻ്റെ സ്റ്റാൻഡ് അലോൺ പെർഫോമൻസ് മാർവലസ്, ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയേണ്ടി വരും. ഇത്രയും റേഞ്ച് ഉണ്ടോ ബേസിൽ എന്ന ആക്ടറിന് എന്ന് നമുക്ക് തോന്നിപ്പോവും. ആ രീതിയിൽ പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സംവിധായകനായിരിക്കുന്ന ജ്യോതിഷ് ശങ്കർ, പുള്ളി ഡയറക്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് സിനിമയാണെന്നാണ് എൻ്റെ ഒരു അറിവ്. പക്ഷേ പുള്ളി വളരെ പേര് കേട്ട വലിയ രീതിയിൽ തന്നെ ഒരുപാട് മികച്ച സിനിമകളിൽ വർക്ക് ചെയ്തിരിക്കുന്ന ഒരു ആർട്ട് ഡയറക്ടറാണ്. എനിക്ക് തോന്നുന്നു ബ്രഹ്മയുഗം പോലെയുള്ള സിനിമകളൊക്കെ പുള്ളിയാണ് വർക്ക് ചെയ്തിരിക്കുന്നത് എന്ന് ഞാൻ അറിഞ്ഞു. സത്യം പറയാം, ആദ്യത്തെ ഒരു 40 അല്ലെങ്കിൽ ഒരു ഇൻ്റർവെൽ ആവുന്നത് വരെ ഞാൻ സിനിമയുടെ അങ്ങോട്ടേക്ക് അതിൻ്റെ ആംബിയൻസിലോട്ടേക്ക് ഫുൾ ഓൺ ആയിട്ട് ഇറങ്ങാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷെ അതിനുശേഷം ആ ഒരു ഇൻ്റർവെല്ലിൻ്റെ സമയമാവുന്നത്തേക്കും തന്നെ നമുക്ക് എന്താണ് നടക്കാൻ പോകുന്നത്, അതിൻ്റെ സംഭവങ്ങൾ, ആ ഒരു എന്താ പറയുക, അത് ആ അരങ്ങിലേക്ക് ആ പ്രേക്ഷകർ ഇറങ്ങുമെന്ന് പറയില്ലേ, ആ ഒരു ഇറക്കം കിട്ടിയതിന് ശേഷം ഫുൾ ഓൺ ഗ്രിപ്പിംഗ് ആയിരുന്നു, കിടലിനായിരുന്നു. ഒന്നാമത് തന്നെ സിനിമ വലിച്ചു നീട്ടി ആൾക്കാരുടെ ക്ഷമയെ പരീക്ഷിക്കുന്ന രീതിയിലാക്കിയിട്ടില്ല. ഷോർട്ട് സബ്ജക്റ്റ്, വെൽ മെയ്ഡ്, വിത്ത് ഗ്രേറ്റ് ആക്ടിങ്. അതാണ് ഈ സിനിമ. സ്വർണത്തിൻ്റെ പേരിലുള്ള പല പ്രശ്നങ്ങൾ, എത്രയോ ന്യൂസ് നമ്മൾ കേൾക്കുന്നുണ്ട്, എത്രയോ കൊലപാതകങ്ങൾ, എന്തെല്ലാം വഞ്ചനകൾ, ചതി, വെട്ട്, കുത്ത്, ദ ഡേർട്ട് ബിഹൈൻഡ് ഗോൾഡ്. അത്രയും കറ പുരണ്ടതാണ് പല സ്ഥലങ്ങളിലും, പല കുടുംബങ്ങളിലും, പല സന്ദർഭങ്ങളിലും ഈ ഒരു സാധനത്തിൻ്റെ പേരിൽ ഓരോ ആൾക്കാരും എത്തിപ്പെടുന്ന ഓരോ കാര്യങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ. ഡിക്കാപ്രിയോൻ്റെ ഒരു സിനിമ ഉണ്ട്, ബ്ലഡ് ഡയമണ്ട് എന്ന് പറഞ്ഞിട്ട്. അത്ര ആൾക്കാർ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. അത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സിനിമയാണ്. കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവും ഇതിൻ്റെ ബാക്കിൽ നടക്കുന്ന പല കാര്യങ്ങളും. അതുപോലെ തന്നെ ബേസിലിൻ്റെ ഈ സിനിമയിലുള്ള എല്ലാം ഭയങ്കര നന്നായിരുന്നു. ഇപ്പം പോസ്റ്റേഴ്സ്, ട്രെയിലേഴ്സ്, ഓവറോൾ സിനിമ ഗ്രേറ്റ് എക്സ്പീരിയൻസ്, ഗ്രേറ്റ് വാച്ചിങ് എക്സ്പീരിയൻസ്. അതുപോലെ തന്നെ മലയാള സിനിമക്ക് അടുത്തൊരു ഗോൾഡൻ ഹിറ്റ് തന്നിരിക്കുകയാണെന്ന് പറയേണ്ടി വരും നമ്മൾ. എസ്പെഷ്യലി ഈ സിനിമയുടെ ക്ലൈമാക്സും കാര്യങ്ങളൊക്കെ ഒരു പോയറ്റിക് ടച്ച് ഉണ്ടായിരുന്നു. അതിൻ്റെ റൈറ്റേഴ്സായിട്ടുള്ള ഇന്ദു ഗോപൻ്റെ നോവലിനെ ആസ്പദമാക്കിയിട്ട് എടുത്തതാണെന്നാണ് എനിക്ക്
എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കറക്റ്റ്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പോയിട്ട് കാണും. മലയാളത്തിൽ വരുന്ന ഓരോ സിനിമകളും മലയാള സിനിമാ പ്രേക്ഷകർക്ക് അഭിമാനം തരുത്തുന്ന തരത്തിലുള്ള അത്രയും വർക്ക്സ് മലയാളത്തിൽ ഇടുന്നുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ ടോപ്പ് 10 മൂവീസിൽ തന്നെ ഒരു 6 or 7 പൊസിഷൻ കോൺക്രീറ്റ് ആയിട്ട് മലയാളം മൂവീസ് അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാ ലാംഗ്വേജസിലും എല്ലാവരുടെയും ഒരു റെസ്പോൺസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരൊറ്റൊരു മാസം കൊണ്ട് തന്നെ എത്ര നല്ല സിനിമകൾ മലയാളത്തിൽ എന്തെല്ലാം നല്ല രീതിയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഗ്രേറ്റ് വർക്ക്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. നല്ലൊരു സ്റ്റോറി, ഒരു ചെറിയൊരു സബ്ജക്റ്റ് നല്ല രീതിയിൽ അവതരിപ്പിച്ച് ട്രിംഡായിട്ട് 2 മണിക്കൂർ 10 മിനിറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു സിനിമ മസ്റ്റ് വാച്ച് ആയിട്ട് തന്നെ ഞാൻ പറയും. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ഓൺ ബിലോ. ഇതുപോലെയുള്ള ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂസ് കാണാൻ വേണ്ടിയിട്ട് പ്ലീസ് സബ്സ്ക്രൈബ് ടു ചാനൽ. വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.